ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ CS-ഉം രൂപയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് ഒരേ ഒരാളെ പേടിയുള്ളൂ ചന്ദ്രേട്ടാ. ആരെ? നമ്മുടെ മക്കളെ. അതെന്താടോ? ഇല്ല, അവരെങ്ങാനും ഇങ്ങോട്ട് വന്നാൽ പണിയാവേ? അവരിങ്ങോട്ട് വരാൻ പോകുന്നില്ല. അല്ല, അന്നവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അത് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടല്ലേ രൂപേ? ഇനി എന്തായാലും വെറുതെ അവർ ഇത്രയും ദൂരമൊന്നും വരാൻ പോകുന്നില്ല. ചിലപ്പോൾ വന്നാലോ? വന്നാ വരാം. എനിക്ക് കിരണിൻ്റെ മേലെ നല്ല സംശയമുണ്ട്. അവൻ നമ്മൾ എവിടെ ഉണ്ടെങ്കിലും പാഞ്ഞെടുത്ത് ഓടി ചീറിപ്പാഞ്ഞ് വരും എന്നും CS ഇങ്ങനെ പറയുക. എന്നിട്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് പോവുകയാണ്. ഈ സമയം കിരണും കല്യാണിയും പാഞ്ഞെത്തുക. അവർ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് ചുറ്റും നോക്കി. എൻ്റെ കല്യാണി, അച്ഛനും അമ്മയും ഇവിടെ തന്നെ ഉണ്ടെന്നാ എൻ്റെ മനസ്സ് പറയുന്നത്. എന്തായാലും അവരിവിടെ തന്നെ കാണും. ഇവിടെയല്ലാതെ അവർ മറ്റെവിടെ ഉണ്ടാവില്ല. കിരണേട്ടാ, ഉറപ്പാണല്ലോ അല്ലേ? വെറുതെ ഇവിടെ വരെ വന്ന് നമ്മുടെ സമയം വേസ്റ്റ് ആകുമോ? ഒരിക്കലുമില്ല. അച്ഛനും അമ്മയും ഇവിടെ തന്നെ ഉണ്ടെന്ന് ഞാൻ തനിക്ക് ഉറപ്പ് തരിക. ഉറപ്പാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ പണി കിട്ടും എന്നൊക്കെ പറയാം. എന്ത് പണി കിട്ടാൻ? നമുക്കിതൊരു ടൂറായിട്ടങ്ങ് ആഘോഷിക്കാം, അതല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കല്യാണി തിരിഞ്ഞു നോക്കുമ്പോൾ, കിരണേട്ടാ ദേ അച്ഛൻ്റെ കാറല്ല കിടക്കുന്നേ. അത് കേട്ടതും കിരൺ അങ്ങോട്ട് നോക്കി. ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായി? അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടെന്നല്ലേ? അച്ഛൻ്റെ കാറ് മാത്രമല്ലേ ഉള്ളൂ, അമ്മയുടെ കാറില്ലല്ലോ. അമ്മയുടെ കാറില്ലെങ്കിലും അമ്മ കാർ എവിടെയെങ്കിലും മാറ്റി നിർത്തിയിട്ട് വന്നതാണെങ്കിലോ? അച്ഛൻ്റെ കാറിൽ ഒരുമിച്ച് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഗസ്റ്റിൻ അച്ചായൻ അങ്ങോട്ട് എത്തുക. അഗസ്റ്റിൻ അച്ചായൻ കാറിലൊന്ന് ഇറങ്ങിയതും നമ്മുടെ കിരണിനെയും കല്യാണിയും കണ്ടു. നിങ്ങൾ കിരണും കല്യാണിയും അല്ലേ? അതെ അതെ അച്ചായ. അന്ന് വഴിയിൽ വെച്ച് സാമൂല് പറഞ്ഞായിരുന്നല്ലോ. എന്താ ഇവിടെ? ഞങ്ങളെ ഒരാളെ അന്വേഷിച്ചിറങ്ങിയതാ. ആര്? അതൊക്കെ അച്ചായനോട് പിന്നെ പറയാം. അല്ല, അച്ചായൻ എന്താ ഇവിടെ? ഇതെൻ്റെ കൂട്ടുകാരൻ്റെ ഹോട്ടലല്ലേ? പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഞങ്ങളെക്കാളും മുമ്പ് ഇങ്ങോട്ട് വന്നതാ. പക്ഷേ അവൻ ഇവിടെ വന്ന് ഞങ്ങളെ ഒന്ന് പറ്റിച്ചു. എന്താ ചായ? എന്താ കാര്യം? അത് പിന്നെ അവൻ ഞങ്ങളോട് എന്താ പറഞ്ഞതെന്നറിയാമോ? അവൻ്റെ ഭാര്യയായിട്ട് പിരിഞ്ഞ് 10-20 വർഷമായിരുന്നു എന്ന്. അതിനുശേഷം അവൻ്റെ ഭാര്യയുമായിട്ട് ഒന്നിച്ചു എന്ന്. ആണോ? അന്ന് സാമുവൽ സാറും പറഞ്ഞായിരുന്നു. സാമുവൽ അങ്കിളും പറഞ്ഞായിരുന്നു. അവൻ തന്നെ 10-20 വർഷം കഴിഞ്ഞ് ഒന്നിച്ച് ആ ഭാര്യയുമായിട്ട് വാലന്റൈൻസ് ഡേ ഇടാന്ന് സാമുവലിൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ വന്നു. പക്ഷെ ഭാര്യ ഞങ്ങൾ കണ്ടില്ല. എന്തായാലും അതിനുശേഷം ഒരു ഹോട്ടലിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെയും വരാമെന്ന് പറഞ്ഞിട്ട് അവൻ വന്നില്ല. പലയിടത്തും അവനിങ്ങനെ ഞങ്ങളെ പറ്റിച്ചു. അവസാനം സാമുവലിന് ലീവ് കഴിഞ്ഞപ്പോൾ സാമുവൽ തിരിച്ചുപോയി. പിന്നെ ബാക്കിയുള്ളത് ഞാനാ. എനിക്കെങ്കിലും അവൻ്റെ ഭാര്യ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്തായാലും 10-20 വർഷം പിരിഞ്ഞു കഴിഞ്ഞല്ലേ, ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഭർത്താവിനെ തള്ളിക്കളഞ്ഞ ഭാര്യയെ ഒന്ന് കാണാലോ എന്ന് കരുതി. പിന്നെ അവൻ ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നിസ്സാര വാക്കുകളൊന്നുമല്ല. അവൻ്റെ ഭാര്യ ഭയങ്കര സുന്ദരിയാണ്, അങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയാണ്, അതാണ്, ഇതാണ്, മറ്റതാണ്, മറിച്ചതാണെന്നൊക്കെ. പക്ഷെ അവന് അറിയില്ലല്ലോ, ഭാര്യയുമായിട്ട് ഒന്നിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ സാമൂല് നാട്ടിലേക്ക് എത്തുമെന്ന്. അവനൊട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ നാട്ടിലേക്ക് എത്തിയപ്പോൾ അവനെ വിഷയം മാറുക. ഞങ്ങളുടെ മുൻപിലേക്ക് അവൻ ഒറ്റയ്ക്ക് വന്നിട്ട് എൻ്റെ ഭാര്യയുമായിട്ട് വന്ന പല പ്രശ്നങ്ങളുണ്ട്, അതാണ്, ഇതാണ്, മറ്റതാണ്, മറിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളിട്ട് പൊട്ടം കളിപ്പിക്കുക. ഇന്ന് എന്തായാലും ഇവിടെ വെച്ച് അവൻ ഞങ്ങളോട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഇവിടെയുണ്ടോ? ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. ഇന്ന റൂമിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കറിയാം, ഞാനൊന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അച്ചായൻ ഫോൺ എടുത്തിട്ട് ഹലോ എടോ താൻ എവിടെയാ? വന്നോ? വന്നു, ഞാനിവിടെ ഉണ്ട് അച്ചായ. എവിടെ? അച്ചായൻ പറഞ്ഞ അതേ റൂം നമ്പറിൽ. തൻ്റെ ഭാര്യയോ? എൻ്റെ ഭാര്യയുണ്ട്. എന്നാലേ താൻ എത്രയും പെട്ടെന്ന് മുറുകെ പുറത്തിറങ്ങുക, നമുക്കൊന്ന് ഒരുമിച്ച് കാണണം. കാണാന്നേ, ഞാൻ എൻ്റെ ഭാര്യയോടൊന്ന് സുന്ദരിയായിട്ട് ഒരുങ്ങാൻ പറഞ്ഞിരിക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഭാര്യയും കൊണ്ട് പുറത്തേക്ക് വരാം. അപ്പോൾ അച്ചായന് കണ്ണ് നിറയെ കാണാമല്ലോ. ഞാൻ പറഞ്ഞതൊക്കെ കള്ളമല്ലാന്ന് അച്ചായന് മനസ്സിലാവുകയും ചെയ്യും. എടോ, ഇപ്രാവശ്യമെങ്കിലും താൻ പറയുന്നത് സത്യമാണോ? അന്നും സാമുവലിനോടും താൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത്. തൻ്റെ ഭാര്യയുണ്ട്, ഭാര്യ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം കേക്ക് മുറിക്കുന്ന സമയമായപ്പോൾ താനും ഇല്ല, തൻ്റെ ഭാര്യയും ഇല്ല. കേട്ടോ, എന്നെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ ഈ അച്ചായനെ ആരാന്ന് താൻ അറിയും. ദേ അച്ചായ, ഇനി അച്ചായൻ എന്നെയും എൻ്റെ ഭാര്യയെ ഒരുമിച്ച് കണ്ടിട്ട് എന്നോട് സംസാരിച്ചാൽ മതി. എന്താ പോരെ? മതിയെങ്കിൽ മതി. പിന്നെ പറ്റിക്കാനാണ് ഉദ്ദേശമെങ്കിൽ തന്നെ അമേരിക്കയിൽ വെച്ച് ഞാൻ തന്നോട് മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഗസ്റ്റിൻ ഫോൺ കട്ട് ചെയ്തു. ദേ അവരിവിടെ തന്നെ ഉണ്ടെന്ന് അറിഞ്ഞത് ഭാര്യയെ സുന്ദരിയാക്കി ഒരുക്കിക്കൊണ്ടിരിക്കുകയെന്ന്. അദ്ദേഹം
അദ്ദേഹമല്ല, അദ്ദേഹം ഭാര്യയ്ക്ക് ഒരുങ്ങാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു, അതൊക്കെ ചെയ്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഭാര്യ ഭയങ്കര സുന്ദരിയാണെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ ഒരുങ്ങുന്നേ? എന്നാലും ഒരാളുടെ മുൻപിൽ പരിചയപ്പെടുത്തുമ്പോൾ ഇത്തിരിയും കൂടെ ഭംഗി വേണമല്ലോ, അതുകൊണ്ട് ഒരുങ്ങുന്നതായിരിക്കും. ആ, അവരുടെ റൂം നമ്പർ ഒന്ന് പറയാമോ? ഞാനൊന്ന് പോയി കാണാനാ. അയ്യോ, നിങ്ങൾക്ക് പരിചയമില്ലാതെ എങ്ങനെ കാണും? അതൊന്നും സാരമില്ല, ഒന്ന് പറഞ്ഞാൽ മതി എന്നും കിരൺ പറയുകയാണ്. അത് കേട്ടത് അഗസ്റ്റിന ചാൻ റൂം നമ്പർ പറഞ്ഞു കൊടുക്കുക. ഈ സമയം അഗസ്റ്റിന ചാൻ, എന്നാൽ നിങ്ങളിരിക്കെ, അവർ വരുമ്പോഴേ നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടാം. എന്തായാലും നിങ്ങളെ കൂടെ പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് കഴിക്കാം ഭക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചായൻ അങ്ങ് പോവുക. ഈ സമയം കല്യാണി, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നീ ശ്രദ്ധിച്ചായിരുന്നോ? ആ, ശ്രദ്ധിച്ചു കിരണേട്ടാ. അതെ, 20 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചവരാണ് നമ്മുടെ അച്ഛനും അമ്മയും. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ആൾക്കാരുടെ കാര്യം. അപ്പോൾ അത് അച്ഛനും അമ്മയും അല്ലാന്ന് എന്താ സംശയം? അഗസ്റ്റിൻ അച്ചായനും സാമുവൽ അങ്കിളൊക്കെ അച്ഛൻ്റെ കൂട്ടുകാരാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് എന്തായാലും നമുക്ക് അച്ഛനെ ഇവിടെ തന്നെ കണ്ടുപിടിക്കണം. അച്ഛനും അമ്മയും ഇവിടെ ഒന്നിച്ചു കഴിയുന്നത് നമുക്ക് കാണണം കല്യാണി എന്നൊക്കെ പറയുക. പക്ഷേ അത് അച്ഛനല്ലെങ്കിലോ കിരണേട്ടാ, അച്ഛനാണ് എന്ന് എൻ്റെ മനസ്സ് 100% പറയുന്നുണ്ട്. അത് അച്ഛൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ ഭയങ്കര അതോടുകൂടെ നിൽക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്ന രൂപയാണ്. എടോ, എന്താ ചന്ദ്രേട്ടാ? അതെ, ദേ എന്നെ വിളിച്ചത് അച്ചായനാ. അച്ചായൻ ഈ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അച്ചായൻ പറയുക, അന്നത്തെ പോലെ കേക്ക് മുറിക്കുന്ന സമയമായപ്പോൾ മുങ്ങിയതുപോലെ ഇന്ന് ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ മുങ്ങരുതെന്ന്. അതിന് നമുക്ക് മുങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇവിടെ ആരും ഇല്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ മുങ്ങുന്നേ? അത് തന്നെ ഞാനും അയാളോട് പറഞ്ഞത്. പക്ഷെ അയാൾക്കൊരു വിശ്വാസക്കുറവ്. ഞാനിവിടെ ഉണ്ടോയെന്ന് തന്നെ അയാൾക്ക് സംശയമുണ്ട്. ഇന്ന റൂമിലുണ്ടെന്ന് പറഞ്ഞിട്ടും അയാൾക്ക് വിശ്വാസമില്ല. അല്ല, അപ്പം അയാളോട് അദ്ദേഹത്തിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞൂടെ ചന്ദ്രേട്ടാ? അങ്ങനെ വരണ്ട, നമ്മൾ അങ്ങോട്ട് ഒരുമിച്ച് പോയി അവനെ കണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ അവന് വിശ്വാസമാവുമല്ലോ. എന്തായാലും താൻ നന്നായിട്ടൊന്ന് ഒരുങ്ങണേ. അതെന്താ ചന്ദ്രേട്ടാ? അല്ല, ഞാൻ അവരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഭാര്യ ഭയങ്കര സുന്ദരിയാണ്, എൻ്റെ ഭാര്യയെ പോലെ ഒരു ഭാര്യയെ കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്നൊക്കെയാണ്. അതുകൊണ്ട് താനീ പേക്കോലത്തിൽ വരരുത്. ഓ, അപ്പം ആകെ മൊത്തത്തിൽ എന്നെ കാണാൻ ഒരു ഭംഗിയില്ല എന്നാണോ ചന്ദ്രേട്ടൻ പറയുന്നത്? അയ്യോ, അങ്ങനെയല്ല, താൻ സുന്ദരി തന്നെയാ. പക്ഷേ ഞാൻ പറഞ്ഞത് 4 ആളുടെ മുൻപിൽ കൊണ്ട് നിൽക്കുമ്പോൾ ഇനിയും ഡബിൾ മടങ്ങ് സുന്ദരിയെ പോലെ ആകണ്ടേ, അതുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ CS ഇങ്ങനെ പറയുന്നത് കേട്ടത്. ശരി, ഞാൻ ഒരുങ്ങാം. എൻ്റെ ഭാര്യ സുന്ദരിയാണല്ലോ. എൻ്റെ ഭാര്യ സുന്ദരിയല്ലാന്ന് ഞാൻ പറയോ? എനിക്ക് ഈ ലോകത്ത് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം എൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CS അവിടെ രൂപയെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് നിൽക്കുക. ഈ സമയം കിരൺ കല്യാണിയോട്, എന്തായാലും നമുക്ക് ആ റൂം വരെ ഒന്ന് പോകണം, എന്നിട്ട് അവിടെ ചെന്ന് അച്ഛനെ കാണണം. അച്ഛനെ കണ്ടതിന് ശേഷം അച്ഛനും അമ്മയും ഒരുമിച്ചാണോ ഉള്ളതെന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ അച്ഛനും അമ്മയും ഒരുമിച്ചാണോ ഉള്ളതെങ്കിൽ അച്ഛൻ നന്നായിട്ടൊന്ന് വേർക്കും. ഇന്നത്തെ ദിവസം എന്നെ കണ്ടു കഴിയുമ്പോൾ അത് ഉറപ്പിക്കാം. അത് കേട്ടതും കല്യാണി, വേണോ? നമ്മളെ കണ്ടു കഴിയുമ്പോൾ അവർ മുങ്ങിയാലോ? അതിനവർ നമ്മളെ കാണുന്നില്ലല്ലോ, അവരവരുടെ മുറിയിലല്ലേ. എന്തായാലും ഇവിടെ അച്ഛനൊരു മുറിയിലും അമ്മയൊരു മുറിയിലായിട്ടും താമസിക്കില്ല, രണ്ടുപേരും ഒരേ മുറിയിലേ താമസിക്കൂ. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് അച്ഛനും അമ്മയും ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും ഇന്നത്തോടെ ഞാൻ ആ കള്ളം പൊളിക്കുകയും ചെയ്യും, നമ്മൾ ഒരുമിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും എന്നൊക്കെ കിരൺ പറയുകയാണ്. കിരണേട്ടാ, പക്ഷേ അച്ഛനത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാവും. നമ്മൾ പിന്തുടർന്ന് വന്നൊന്നും നമ്മൾ കണ്ടുപിടിച്ചു എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അവർ ചമ്മില്ലേ? ചമ്മട്ടെ, നമ്മളെ പറ്റിച്ചെന്തിനാ? ഇത്രയും നാളും അവരൊന്നിക്കണമെന്നും പറഞ്ഞ് നടന്നത് നമ്മളല്ലേ? എന്നിട്ടും ഒരു വാക്ക് പോലും തന്നോട് പോലും പറയാതെ അമ്മയും അച്ഛനെയും കാണിക്കുന്നത് ശരിയായ കാര്യമാണോ? ആയിക്കോട്ടെ, അത് അമ്മ പേടിച്ചിട്ടാണെന്നല്ലേ നമ്മളോട് പറഞ്ഞത്. പിന്നെ എന്തിനാ? പേടിച്ചിട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഒരു വാക്ക് തന്നോടെങ്കിലും പറയാലോ. അച്ഛൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കൂടെ നിന്നത് താനല്ലേ, എല്ലാം തെളിയിച്ച് കാണിച്ചു കൊടുത്തതും താനല്ലേ. അങ്ങനെയുള്ളപ്പോൾ അമ്മയെ കാണിച്ചത് നന്ദിയോടല്ലേ കല്യാണി? സാരില്ല, അവരെ ഒന്നിച്ചല്ലോ, അത് മതി, അത് മാത്രം മതി എനിക്ക് എന്നൊക്കെ പറയുക കല്യാണി. അതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, കാരണവരെ ഞാനിന്ന് പൊളിച്ചെടുക്കും എന്നും പറഞ്ഞുകൊണ്ട് കിരൺ നേരെ അങ്ങോട്ട് പോവുക. ഈ സമയം രൂപയും CS കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥയിൽ ആരം മുട്ടുക. ദേ ആഗസ്റ്റ് അച്ചായനാന്ന് തോന്നുന്നു, ഇത്ര നേരമായിട്ടും നമ്മളെ കാണാതായപ്പോൾ സംശയം കൊണ്ടുവന്ന് കഥയിൽ മുട്ടുക. എന്തായാലും തുറക്ക് ചന്ദ്രേട്ടാ, തുറന്നു കഴിയുമ്പോൾ അച്ചായന് മനസ്സിലാവുമല്ലോ ഞാൻ ഇവിടെ ഉണ്ടെന്ന്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ചന്ദ്രേട്ടൻ കഥ തുറക്ക്. അപ്പോൾ CS പോയി വാതിൽ തുറക്കുക. അപ്പോൾ ആരെയും കാണുന്നില്ല. പെട്ടെന്ന് കിരൺ വന്ന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു. പെട്ടെന്ന് മുമ്പിൽ വന്ന് കിരണെ കണ്ട് പേടിച്ച് വിറച്ച് വേർത്ത് നിൽക്കുക CS. നീ എന്താണ് ഇവിടെ എന്നും CS-ൻ്റെ ചോദ്യം. അത് പിന്നെ കാരണവർ ഇവിടേക്ക് വന്നു എന്ന് ഞാൻ അറിഞ്ഞു,
അതുകൊണ്ടൊന്ന് കറങ്ങാലോ എന്ന് കരുതി വന്നതാ. അല്ല, കാർന്നവരിടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് മുങ്ങുന്നതേ ഫ്രണ്ട്സിനെ കാണാനാന്ന് പറയുന്നുണ്ട്. ഇനി ശരിക്കും അങ്ങനെ തന്നെയാണോ എന്നറിയാൻ വേണ്ടി വന്നതാ. എടാ, എന്തിനാടാ വയസ്സാം കാലത്ത് നീ എൻ്റെ പിന്നാലെ നടന്ന് എന്നെ ശല്യം ചെയ്യുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കിരണേ, വെറുതെ എന്നെ ശല്യം ചെയ്യരുത്. അപ്പോൾ രൂപ സൗണ്ട് കേൾക്കണം കിരണിൻ്റെ ശബ്ദം കേട്ടതും രൂപ അവിടെ നിന്ന് പെട്ടെന്ന് മാറി. അല്ല കാർന്നവരെ, ഇവിടെ ഈ മുറിയിൽ കാർന്നവർ ഒറ്റയ്ക്കേ ഉള്ളോ? ആ, ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ കിരൺ വീണ്ടും ഇങ്ങനെ അകത്തേക്ക് നോക്കുക. എന്താടാ നീ ഇങ്ങനെ നോക്കുന്നേ? ഇവിടെ വേറെ ആരും ഇല്ലേ? ഇല്ല, എനിക്കകത്തൊരു പെണ്ണിൻ്റെ ശബ്ദം കേട്ട പോലെ തോന്നിയല്ലോ. എടാ എടാ, ഞാൻ നിൻ്റെ കളിക്കൂട്ടുകാരനൊന്നുമല്ല, അച്ഛനാ. ഇങ്ങനെയാണോ നീ എന്നോട് സംസാരിക്കുന്നത്? അല്ല, ഇനി ഞാൻ കേട്ട ശബ്ദം എൻ്റെ അമ്മയുടെ ആണെങ്കിലോ? അതുകൊണ്ടൊന്ന് കാണാലോ എന്ന് കരുതി വന്നതാ. ആ, കാർന്നവരങ്ങ് മാറ് എന്നും പറഞ്ഞുകൊണ്ട് സി എസിനെ തള്ളി മാറ്റാൻ ശ്രമിക്കും. പക്ഷെ സി എസ് കൈ ഇങ്ങനെ അമർത്തി പിടിച്ചിരിക്കുക അവിടെ നിന്ന് മാറാതിരിക്കാൻ. മാറ് കാർന്നവരെ, ഞാനൊന്ന് അകത്തേക്ക് പോയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സി എസിനെ തള്ളി മാറ്റി കിരൺ അകത്തേക്ക് കയറി. അകത്ത് കയറിയതും സി എസിന് ആകെ പേടി. ഈശ്വര, രൂപയെ അവൻ കാണുമല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് സി എസ് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. Thank you, friends.